ഇന്ത്യയെ പിണക്കുവാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിനെതിരെ അമേരിക്കയിൽ നിന്ന് പോലും ഇപ്പോൾ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ പോലെ ശക്തമായൊരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം ഇല്ലാതാക്കരുത് എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് US-ന്റെ ഐക്യരാഷ്ട്രസഭ മുൻ അംബാസഡറായിട്ടുള്ള നിക്കി ഹാലെ പറയുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്ന ഇന്ത്യൻ നിലപാടിനെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയതിലാണ് ട്രംപിന് നിക്കി ഹാലെയുടെ ഈ മുന്നറിയിപ്പുള്ളത്. ഇന്ത്യയുമായുള്ള സൗഹൃദം ഇല്ലാതാക്കി ചൈനയ്ക്ക് പാസ് നൽകുന്ന രീതിയിലുള്ള ട്രംപിന്റെ നിലപാടിനെ നിശ്ചിതമായിട്ടും നിക്കി ഹാലെ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് കട്ടായം പറയുന്നു. എന്നാൽ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഒന്നാമതുള്ള രാജ്യവും എതിരാളിയുമായ ചൈനക്കാകട്ടെ താരിഫിൽ 90 ദിവസത്തെ ഇളവും നൽകിയിരിക്കുന്നു. ചൈനയോട് ഒരു വിട്ടുവീഴ്ചയും അരുത്. ഇന്ത്യ പോലുള്ള ശക്തമായ ഒരു സഖ്യകക്ഷിയുമായുള്ള ബന്ധം തകർക്കരുത് എന്നുമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. US ഭരണകൂടത്തിൽ ക്യാബിനറ്റ് തല തസ്തികയിലേക്ക് നിയമിതയായ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ വംശജയാണ് നിക്കി ഹാലെ. സൗത്ത് കരോലിനയുടെ മുൻ ഗവർണറുമായിരുന്നു അവർ. ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് കാലയളവിൽ ഐക്യരാഷ്ട്രസഭയിലെ US അംബാസഡറായും അവർ സേവനമനുഷ്ഠിച്ചിരുന്നു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള തന്റെ സ്ഥാനാർത്ഥിത്വം 2013 അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ അവർ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ലോകം കണ്ടത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്താൽ അധിക തീരുവ ചുമത്തുമെന്നുള്ള പ്രഖ്യാപനം ഇന്ത്യ തള്ളിയതിനു പിന്നാലെ 24 മണിക്കൂറിനുള്ളിൽ പുതിയ തീരുവയുണ്ടാകുമെന്ന ഭീഷണിയുമായി കഴിഞ്ഞ ദിവസവും ട്രംപ് രംഗത്ത് വന്നിരുന്നു. ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ നിക്കി ഹാലെ മുന്നറിയിപ്പുമായി രംഗത്തെത്തി. ട്രംപിന്റെ ഭീഷണിയോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാര യുദ്ധം രൂക്ഷമായിരിക്കുകയാണ്. രാജ്യസുരക്ഷയും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചാണ് നേരത്തെ ട്രംപിന്റെ ഭീഷണി ഇന്ത്യ തള്ളിയത്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ തുടർച്ചയായി ലക്ഷ്യം വെക്കുകയാണെന്നും ഇത്തരം നടപടികൾ ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നും യുക്തിരഹിതമാണെന്നും തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രസ്താവനയിൽ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം വീണ്ടും ട്രംപ് ഭീഷണിയുമായി രംഗത്ത് വന്നു. ഇന്ത്യ നല്ല വാണിജ്യ പങ്കാളിയല്ലെന്നും ഉക്രൈനിലെ ആളുകൾ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യക്ക് ആശങ്കയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പണം ഉപയോഗിച്ചാണ് ഉക്രൈനിൽ റഷ്യ ആളുകളെ കൊല്ലുന്നത് എന്നാണ് ട്രംപിന്റെ വാദം. ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 25% ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ വരാൻ ഇരിക്കുന്ന ഘട്ടത്തിലായിരുന്നു അത്തരമൊരു പ്രസ്താവന. എന്നാൽ ഇതേ ട്രംപ് വീണ്ടും ഈ വിഷയത്തിൽ മലക്കം മറിഞ്ഞു. ചർച്ചകൾക്ക് ശേഷം 25% തീരുവ ചുമത്തുന്നത് ആലോചിക്കും എന്നാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ നിലപാട്. ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ചുങ്കം ഏർപ്പെടുത്തുന്ന രാജ്യമാണ് എന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. അതിനാൽ തങ്ങൾ ഇന്ത്യയുമായി വളരെ കുറച്ച് വ്യാപാരമേ നടത്തുന്നുള്ളൂ എന്നുമാണ് ട്രംപിന്റെ വാദം. നേരത്തെ യൂറോപ്യൻ യൂണിയന്റെയും US-ന്റെയും ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടിയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. US പലേഡിയവും അവരുടെ ആണവോർജ്ജ വ്യവസായത്തിന് ആവശ്യമായ യുറേനിയം ഹോക്സ്ലൂറൈഡും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഈ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ല. വാസ്തവത്തിൽ ഉക്രൈനിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ശേഷം പരമ്പരാഗത എണ്ണ യൂറോപ്പിലേക്ക് വഴി തിരിച്ചുവിട്ടതിനാലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്തു തുടങ്ങിയത്. ആഗോള ഊർജ്ജ വിപണിയുടെ സ്ഥിരത ശക്തിപ്പെടുത്താനായി ആ സമയത്ത് ഇന്ത്യയുടെ ഇറക്കുമതിയെ US പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ രാജ്യത്തിനുള്ളിലെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചിലവിൽ ഊർജം ഉറപ്പാക്കാനാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത്. ഏതൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയും പോലെ ഇന്ത്യയും രാജ്യ താല്പര്യങ്ങളും സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുമായുള്ള വ്യാപാരം നിർത്താൻ ഏതെങ്കിലും രാജ്യത്തെ നിർബന്ധിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് റഷ്യയും ശക്തമായി ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരം നീക്കം നിയമവിരുദ്ധമാണെന്നും ഇന്ത്യയുടെയോ അമേരിക്കയുടെയോ പേര് പരാമർശിക്കാതെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് വക്താവ് ദിമിത്രി പെസ്കോവ് തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.